ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബ്രഹ്മാണ്ഡ ഡയറക്ടർ ഇപ്പം ലേറ്റസ്റ്റ് ഡയറക്ഷൻ ചെയ്ത സിനിമ ഗെയിം ചേഞ്ചർ ഇപ്പോൾ ഒരു ദുരന്തമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് ഓവറായി പോയി. പക്ഷേ എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഓവറായിട്ട് ഇച്ചിരി പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയുടെ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇനി ശങ്കർ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവുമോ, ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് പുള്ളിക്കാരനെ, അതായത് ശങ്കറിനെ തിരിച്ചു കൊണ്ടുവരാനും ഒരു ആക്ടറെ തിരിച്ചു കൊണ്ടുവരാനും ഇനി ഒരു വഴിയേ ഉള്ളൂ. അതായത് ശങ്കറിന് ഇനി തിരിച്ചു വരണമെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല ചേരുന്ന ഒരു ആക്ടറുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. പിന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് കൈ വെച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഡയറക്ഷൻ ചെയ്ത സിനിമ ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഒരു രീതിയിലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പം നമ്മളൊരു സിനിമ കാണാൻ ചെല്ലുവാണെങ്കിൽ, 150 കൊടുത്ത് കാണാൻ ചെല്ലുവാണെങ്കിൽ, ഈ കണ്ടതിൻ്റെ തന്നെ കഥയെടുത്ത് പിന്നെ കാണിക്കുവാണെങ്കിൽ നമുക്കത് ബോറടി തോന്നും. അത് തന്നെയാണ് ഇതിനകത്തും കാണാനുള്ളത്. നമുക്കൊരു തുടക്കം കാണുമ്പോഴേ തന്നെ ഇങ്ങോട്ടൊക്കെ പടം പോകുന്നതെന്നറിയാം. ഇത് ഒരു പണ്ട് ശങ്കറിൻ്റെ ആദ്യത്തെ ഒരു സിനിമ ഇറങ്ങുന്ന സമയം തൊട്ടുള്ള, ജെന്റിൽമാൻ ഇറങ്ങുന്ന തൊട്ടുള്ള ഒരു പുള്ളി പിടിക്കുന്ന ഒരു ശൈലിയാണ് അനീതിക്ക് എതിരെ പോരാടുന്ന ഒരു നായകൻ എന്നുള്ളത്. അത് തന്നെയാണ് പുള്ളിയുടെ എല്ലാ സിനിമയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശങ്കറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമകളിലുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ഇന്ത്യ 2ഉം അതിനു മുമ്പ് ശിവാജി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സിനിമയാണ്. അത് കുറേ പൈസ മുടക്കി കുറേ പബ്ലിസിറ്റി കൊടുത്ത് ആ സമയത്തൊക്കെ ഇറക്കിയ സിനിമയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പിന്നെയും പുള്ളി അത് തന്നെ പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ബോറടിക്കും. ശങ്കർ എന്നൊരു ബ്രഹ്മാണ്ഡ ഡയറക്ടർ 2015 മുമ്പും 2015 ശേഷവും എന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. 2015 മുമ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം ശങ്കറിൻ്റെ ഒരു സിനിമ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി കാണും. അതായത് വഴിയിലുള്ള എല്ലാവരും പോയി ഒന്ന് വാച്ച് ചെയ്യും. കാരണം അത് അത്രയ്ക്കും വിഷ്വൽ ക്വാളിറ്റിയും എല്ലാം ഉള്ള ഒരു സാധനം തന്നെ ആയിരിക്കും. അന്ന് ഇപ്പോൾ ഇന്ത്യൻ സിനിമയായാലും ബോളിവുഡ് സിനിമയായാലും പുള്ളി ഇറക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അന്നത്തെ ബജറ്റ്, അന്ന് സാധാരണ ഒരു സിനിമ ഇറക്കുന്ന ബജറ്റിൻ്റെ ഡബിൾ ഇരട്ടി ബജറ്റിലായിരിക്കും പുള്ളി പടം ഇറക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ അന്ന് അറിയത്തില്ല. അന്ന് പിന്നെ 2015 ശേഷം പുതിയ ആമ്പുള്ളാർ വന്ന് ഫിലിം ഇൻഡസ്ട്രി ഭരിക്കാൻ തുടങ്ങി. അതിന് എക്സാമ്പിളാണ് പിന്നെ രാജമൗലി വന്നിട്ടുണ്ട്, പ്രശാന്ത് നീൽ, ഇപ്പം വന്ന ചെറിയ കയറി വരുന്നത് ലോകേഷ്, ഇപ്പോൾ കാർത്തിക് സുബ്ബരാജ്, ഇതേപോലുള്ള കുറേ പേര്, നെൽസനൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. കുറേ ഡയറക്ടർമാർ പുതിയ തലമുറയ്ക്ക് അനുസരിച്ച് പടം ഇറക്കാനുള്ള. ഇപ്പോഴും ആ ഒരു ടൈപ്പിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി പാളിപ്പോത്തേ ഉള്ളൂ. പക്ഷേ പുള്ളി അനീതിക്കെതിരെ, ഞാൻ വഴിയെ പറയാം, പുള്ളിയുടെ മെയിൻ നെഗറ്റീവാണ് അനീതിക്കെതിരെ പോരാടുന്ന ഒരു നായകൻ. ഏറ്റവും നല്ല സിനിമ ഉള്ളതെന്ന് പറഞ്ഞാൽ അന്യനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ. പിന്നെ പുള്ളിയുടെ വിഷ്വൽ എഫക്റ്റ് അന്യനകത്ത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിനകത്ത് ആദ്യത്തെ ഒരു സോങ് ഉണ്ടല്ലോ, കർണാടിക് സംഗീതത്തിലുള്ള, അത് നല്ലൊരു ക്വാളിറ്റിയിൽ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അതുപോലെ പല സോങ്ങുകളും പുള്ളി നല്ല ഭംഗിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം തന്നെ എല്ലാം സോങ് എടുത്ത് നോക്കിയാൽ പുള്ളി നല്ല ഭംഗിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഇപ്പോൾ അറിയാലോ, 7 അത്ഭുതമാണ് ലോകത്തുള്ളത്. ഇപ്പോൾ 8ാമത്തെ ഒരു അത്ഭുതം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതെന്തുവാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ 7 അത്ഭുതം എന്ന് പറഞ്ഞാൽ ചീച്ചൻ ഇറ്റ്സ, കൊളോസിയം, മാച്ചു പിച്ചു, പെട്ര, ചൈനയിലെ വൻമതിൽ, ക്രൈസ്റ്റ് ദി റെട്രോ, പിന്നെ നമ്മുടെ സ്വന്തം താജ്മഹൽ. ഇത്രയാണ് 7 വണ്ടർ എന്ന് പറഞ്ഞാൽ. ഈ 8ാമത്തെ അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ, ഈ ശങ്കർ ഇവിടെ എല്ലായിടത്തും പോയി ഒരു സോങ്ങിന് വേണ്ടി, അത് കുറച്ചൊരു സോങ്ങിന് വേണ്ടി ഇവിടെ എല്ലാം പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ ചില ഇപ്പോൾ മാച്ചു പിച്ചുവിലൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ, മാച്ചു പിച്ചും ഇറ്റ്സയിലും ടീച്ചൻ ഇറ്റ്സ്, പെട്ര, ഇവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ഒരു അന്നത്തെ സമയത്ത്, അതായത് ജീൻസിൻ്റെ സോങ്ങിൻ്റെ കാര്യം പറയുന്നത്, ആ സമയത്തൊക്കെ പോയി ചില്ലറ കാര്യമില്ല അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യാനുള്ളത്. കാരണം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സാങ്ഷൻ എടുത്ത് അവിടെ പോയി അത് പുള്ളിക്കാരൻ അത് ചെയ്തെടുത്ത്. അതൊക്കെ കാണാനാണ് കുറേ പേര് കയറുന്നത്, ഇടിച്ച് തല്ലി കയറുന്നത്, അതൊക്കെ കാണാനായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തോട്ട് വരുമ്പോൾ പുള്ളിയുടെ ആ ലഞ്ചം ഇതൊക്കെ എടുത്ത് കളയണം. ഇനി ശങ്കർ തിരിച്ചു വരണമെങ്കിൽ ഇനി അടുത്ത ഇന്ത്യൻ 3 വരുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. സെക്കൻഡ് കണ്ടപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പം ഈ ഗെയിം ചേഞ്ചറിൻ്റെ തൊട്ട് അതും സൈഡായി പോത്തേ ഉള്ളൂ. പക്ഷേ ഇനി വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് നല്ലൊരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറി. ഇപ്പം തന്നെ തമിഴിലെ ചെറിയ ആക്ടർമാരുണ്ട്. ഈ സൂര്യയൊക്കെ ഇപ്പം കയറി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ ഉള്ളവരെ വെച്ച് ചെറിയ ബഡ്ജറ്റിൽ, അതായത് 10, 25, 20 കോടിയിലുള്ള ചെറിയ സിനിമകൾ ചെയ്തിട്ട് കയറി വരിക. അതിൻ്റെ ക്വാളിറ്റി കാണിച്ച് കയറി വരിക. നല്ല സ്റ്റോറി കണ്ടൻറ്റ്. അതിനകത്ത് ഈ ലഞ്ചവും ഒക്കെ എടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെയും പാളിപ്പോത്തേ ഉള്ളൂ. പുതിയ കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വരിക. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ശങ്കറിൻ്റെയും പിന്നെ ഒരു ആക്ടറുണ്ട്,
ആ ആക്ടറിനെയും ഇപ്പം തന്നെ തഴഞ്ഞിട്ടേക്കുവാണ്. ഇപ്പം തന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഒരു പടം ഉണ്ടായിരുന്നു, വീരസൂര അങ്ങനെ പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് ഇപ്പം പുള്ളിക്കാരനെ പറ്റിച്ച് പടം നീട്ടിക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ശങ്കറും വിക്രവും എന്ന് പറഞ്ഞതിൽ നല്ലൊരു ഇതുണ്ട്, കെമിസ്ട്രി ഉണ്ട്. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള പടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതേപോലെ ഒരു പടം ശങ്കറും വിക്രവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു പടം എന്ന് വെച്ചാൽ ഇനി ശങ്കറിനെ തിരിച്ചു വരാൻ അതേ പറ്റത്തുള്ളൂ. അതിനകത്തും അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് വരും. അതായത് ഇപ്പം നമുക്ക് പറഞ്ഞാൽ സോംബികളുടെ ഒക്കെ പടം, ഊമ്പി പടമല്ല അത്, ഗെയിം ചേഞ്ചർ, സോംബികളുടെ കണ്ടന്റ് ഉള്ള ഒരു പടം കൊണ്ടുവന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് അതിനകത്ത് ലഞ്ചവും ഇതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നല്ല എന്ന് വെച്ചാൽ വെളിയിൽ നിന്നുള്ള സ്റ്റണ്ട് മാസ്റ്ററും ഇതുപോലെ ക്വാളിറ്റി ചെയ്യുന്നുള്ള വെളിയിൽ നിന്നുള്ള കുറേ ആൾക്കാരെ എടുത്ത് മ്യൂസിക് ഡയറക്ടറിനെയൊക്കെ വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് കൊണ്ടുവന്ന് നല്ലൊരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് പാൻ ഇന്ത്യൻ ഡയറക്ടർ ആവാം. ഇപ്പം പുള്ളിയുടെ എല്ലാ ഡയറക്ടർമാരെയും കീഴിലാണ് പുള്ളിയുടെ സ്ഥാനം. പണ്ട് ഏറ്റവും ബ്രഹ്മാണ്ഡ പുള്ളി തന്നെയാണ് പുള്ളിയുടെ ശൈലി കളഞ്ഞത്. കാരണം എല്ലാത്തിലും കൊണ്ടുവന്ന് നിങ്ങൾ ഈ അനീതി കാണിക്കുന്ന പടം എടുത്തെന്ന് പറഞ്ഞ് ഈ നാട് നന്നാവാനൊന്നും പോകുന്നില്ല. അത് പണ്ട് തൊട്ട് കണ്ട് മടുത്തോണ്ടാണ് എല്ലാണോ കൈവിട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വിക്രത്തിനെയൊക്കെ വെച്ച് നല്ലൊരു പടം എടുക്കുക, പിന്നെ അതിനൊരു നല്ലൊരു പ്രൊമോഷൻ കൊടുക്കുക. അതായത് അന്യൻ 4K ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല കുറേ പേര് കാണത്തില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു, 6ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. ആ സമയത്തൊന്നും കണ്ടില്ല. അന്ന് അത് ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറഞ്ഞത് വല്ലാത്ത ഓളമാണ്. അപ്പോൾ അതിനെ ഒന്ന് 4Kയിൽ നല്ല ക്വാളിറ്റിയിൽ അങ്ങോട്ട് റിലീസാക്കി വിടുക, വിക്രത്തിനെ വെച്ച് പ്രൊമോഷൻ ചെയ്യുക. ഇറക്കി വിടുന്ന സമയത്ത് വിക്രത്തിനെ വെച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ അനൗൺസ് ചെയ്യുക. അത് നല്ല വെറൈറ്റി ഉള്ളൊരു കണ്ടന്റ് ആണെന്ന് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിയുടെ പരിപാടി തുടങ്ങുക. പുതിയൊരു ശങ്കറിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ ലഞ്ചമൊക്കെ എല്ലാം മാറ്റിയിട്ട് പുതിയ ശങ്കറിനെ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് നിലനിന്ന് വരാൻ പറ്റും. അല്ലാതെ ഈ ഒരു പരിപാടി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളി ഇനിയും താഴത്തേ ഉള്ളൂ. എനിക്ക് ഇതുപോലെ ശിവാജി എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കുറേ ആ സമയത്ത് വിഷ്വൽ ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ചെറിയ ഡയറക്ടർമാർ, മലയാളത്തിലുള്ള ചെറിയ ഡയറക്ടർമാർ വരെ ഇപ്പോൾ ശങ്കറിനെക്കാളും ക്വാളിറ്റിയുള്ള പടങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വിഷ്വൽ ക്വാളിറ്റിയുള്ള. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് ജെയിംസ് ക്യാമറൂൺ ചെയ്യുന്ന പരിപാടികൾ ചെയ്യാൻ നോക്കുക. നമ്മുടെ കയ്യിൽ അത്രയും ബജറ്റ് കാണത്തില്ല എങ്കിലും അതിനെ ഇപ്പം മലയാളത്തിലുള്ള ചില സിനിമകൾ ഇപ്പോൾ തെലുങ്കിലൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ 100, 400, 500 കോടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ബഡ്ജറ്റ് നിന്നുകൊണ്ട് 20 കോടിയിലൊക്കെ നിന്നുകൊണ്ട് നല്ല പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇന്ത്യൻ സിനിമയിൽ നിന്നുകൊണ്ട് നല്ല പടങ്ങൾ ചെയ്യുക. അല്ലാതെ ഇത് തന്നെ ലഞ്ചം പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഇനിയും ദുരന്തമായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.